സീറോ മലബാർ സഭയിലെ പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവലങ്ങാട്ട് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗം വലിയ ചർച്ചയാകും. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ട മെത്രാന്മാർക്കും വൈദികർക്കുമുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സഭയെ നയിക്കുന്ന മെത്രാന്മാരും വൈദികരും സമുദായത്തിന് വേണ്ടി ആവശ്യ നേരങ്ങളിൽ പോലും നിലകൊള്ളില്ലെന്ന സത്യം അവർ മനസ്സിലാക്കണം. സഭയെ ശരിയായ ദിശയിൽ നയിക്കേണ്ടവരിൽ പലരും ഇന്ന് ഉപജാപകരും വിമതപക്ഷവും ക്രൈസ്തവ മൂല്യങ്ങളെ ഉൾക്കൊള്ളാത്തവരുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നവരുമാണ്. നമുക്ക് ചുറ്റും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഭൂരിപക്ഷം വിശ്വാസികളും സമുദായത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയെ നയിക്കുന്നവർക്കെതിരായി തിരിയുന്നത്. ഇപ്പോൾ മാർ തോമസ് തറയിൽ, ഫാദർ ടോം ഒലിക്കൽ തുടങ്ങിയവരെ പോലുള്ള ചുരുക്കം ചിലർ സമുദായത്തിന് വേണ്ടി നിലകൊള്ളാറുണ്ട്. അതുകൊണ്ട് അവരെ കേൾക്കാൻ വിശ്വാസികളുമുണ്ട്. വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കണമെങ്കിൽ സഭയെ നയിക്കുന്നവരിൽ വിശ്വാസമുണ്ടാകണം. അതിന് വിശ്വാസികളെ ആദ്യം ചേർത്ത് നിർത്തണം. സമുദായത്തിന് വേണ്ടി പറയുന്നത് പോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സഭയെ നയിക്കുന്നവർ ഇനിയും തയ്യാറാകുമോ? ഈ ചോദ്യം വിശ്വാസികൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ആദ്യം മെത്രാന്മാരിൽ ഒരുമയുണ്ടാകണം. അവർ പറയുന്നത് അനുസരിക്കാൻ വൈദികർ തയ്യാറാവണം. ഇവിടെ സംഭവിക്കുന്നത് മാർപ്പാപ്പ പറഞ്ഞാൽ മെത്രാന്മാർ കേൾക്കില്ല, മെത്രാന്മാർ പറഞ്ഞാൽ വൈദികർ കേൾക്കില്ല, വൈദികർ പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കില്ല. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? ഇത് മാറണം. ഇനിയെങ്കിലും സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളെ പരസ്പരം ആക്രമിക്കാൻ വിട്ടുകൊടുക്കരുത്. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന പ്രവർത്തിക്കുന്ന സംഘടനകളെ ചേർത്ത് നിർത്തണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. സത്യത്തിൽ മെത്രാന്മാരും ഭൂരിപക്ഷം വൈദികരും വിശ്വാസികളിൽ നിന്നും എത്രയോ അകലെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം രൂപതയിലെ മുഴുവൻ വൈദികരെയും അറിയാത്ത മെത്രാന്മാരും വർഷങ്ങളായിട്ടും ഇടവകയിലെ ഭൂരിപക്ഷം വീടുകൾ പോലും അറിയാത്ത വൈദികരുടെയും എണ്ണം കൂടിക്കൂടി വരികയല്ലേ? ഒരു സാധാരണ വിശ്വാസിയുടെ നിഷ്കളങ്ക സമുദായ സ്നേഹം പോലും സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുണ്ടോ? ആ വിശ്വാസികളെ മെത്രാന്മാരും വൈദികരും നോക്കിക്കാണുന്നത് നിങ്ങളുടെ പ്രജകളെ പോലെയല്ലേ? യേശുക്രിസ്തു സ്വയം മാതൃകയായതുപോലെ നിങ്ങളും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇനിയെങ്കിലും നിങ്ങളുടെ രാജകീയ നിലപാടും ആഡംബര ജീവിതവും പരിമിതപ്പെടുത്തി വിശ്വാസികളോട് എളിമയുള്ളവരാവണം. ഇനിയെങ്കിലും സ്വന്തം സമുദായത്തോട് സാമാന്യ നീതി പുലർത്തണം. അല്ലാത്ത പക്ഷം കേരളത്തിൽ കത്തോലിക്ക സഭ ചരിത്രത്തിന്റെ ഭാഗമാകാൻ അധികം വർഷമൊന്നും വേണ്ടി വരില്ല. കത്തോലിക്ക സഭയെ വളർത്തണോ അതോ ചരിത്രത്തിന്റെ ഭാഗമാക്കണോ ചിന്തിക്കേണ്ടത് സഭാ നേതൃത്വമാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.